പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും അവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളാണ്. വെറുമൊരു ഫാഷൻ എന്നതിലുപരി ഭാരതീയ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും വ്യക്തമായ സന്ദേശങ്ങൾ കൈമാറുന്നവയാണ് അദ്ദേഹത്തിന്റെ ഓരോ വസ്ത്രധാരണവും. രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ കർത്തവ്യപഥിലെ ഗംഭീരമായ ചടങ്ങുകൾക്കൊപ്പം തന്നെ ലോകശ്രദ്ധ നേടുകയാണ് മോദിയുടെ ഇത്തവണത്തെ സവിശേഷമായ ലുക്ക്. ഇത്തവണ പാരമ്പര്യവും പ്രൗഢിയും ഒത്തുചേരുന്ന വേഷത്തിലാണ് പ്രധാനമന്ത്രി എത്തിയത്. സുവർണമയിൽ പീലിമുദ്രയുള്ള മെറൂൺ നിറത്തിലുള്ള തലപ്പാവായിരുന്നു പ്രധാന ആകർഷണം. ജോധ്പുരി ശൈലിയിലുള്ള ഈ സിൽക്ക് സഫ രാജസ്ഥാനി കരകൗശല വിദ്യയുടെയും ഗാംഭീര്യത്തിന്റെയും പ്രതീകമായി മാറി. വെള്ളയും നീലയും കലർന്ന കുർത്ത, പൈജാമയ്ക്കൊപ്പം ഇളം നീല നിറത്തിലുള്ള ഹാഫ് ജാക്കറ്റും ധരിച്ച് അദ്ദേഹം വീണ്ടും തന്റെ രാജ്യത്തിന്റെ ഫാഷൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. 2014 അധികാരമേറ്റതു മുതൽ റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യദിനത്തിലും വ്യത്യസ്തമായ ശിരോവസ്ത്രങ്ങൾ ധരിക്കുന്നത് നരേന്ദ്രമോദി ഒരു പാരമ്പര്യമാക്കി മാറ്റിയിട്ടുണ്ട്. 2025 രാജസ്ഥാനി ശൈലിയിലുള്ള മഞ്ഞയും ചുവപ്പും കലർന്ന ബന്ദേജ് ശിരോവസ്ത്രമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും പൈതൃകത്തെയും ഇത് പ്രതിനിധീകരിച്ചു. 2024 മോഡിയോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തത്. ഈ അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടു പിന്നാലെ നടന്ന ചടങ്ങായതിനാൽ ഭക്തിയുടെയും ശുഭസൂചകത്തിന്റെയും നിറമായ മഞ്ഞയ്ക്കാണ് അന്ന് മുൻഗണന നൽകിയത്. വാരണസിയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന മഞ്ഞ നിറത്തിലുള്ള മൾട്ടി കളർ തലപ്പാവായിരുന്നു അന്നത്തെ പ്രത്യേകത. ഗുജറാത്തി പഗ്ഡി മുതൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ തൊപ്പികൾ വരെ അദ്ദേഹം ഇതിനോടകം ധരിച്ചു കഴിഞ്ഞു. തദ്ദേശീയമായ കരകൗശല വിദ്യകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ ആഖ്യാനത്തെ ആഗോളതലത്തിൽ ദൃഢമാക്കാനും ഇത്തരം വേഷപ്പകർച്ചകളിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്.